Hello friends, welcome back. So നമ്മൾ ഫസ്റ്റ് വീഡിയോയിൽ എങ്ങനെയാണ് പജാമ ഷോർട്ട്സ് അല്ലെങ്കിൽ പജാമ പാൻസ് മെഷർ ചെയ്യുന്നത് എങ്ങനെയാണ്, ഫാബ്രിക്കിൽ മാർക്ക് ചെയ്യുന്നത് എങ്ങനെയാണ്, കട്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്നൊക്കെ നമ്മൾ നോക്കി ആ വീഡിയോ എല്ലാവരും കണ്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഈ വീഡിയോയിൽ നമ്മൾ ഷോർട്ട്സിൻ്റെ സ്റ്റിച്ചിങ് ആണ് നോക്കാൻ പോകുന്നത്. ഷോർട്ട്സിൻ്റെ സ്റ്റിച്ചിങ്ങും പാൻസിൻ്റെ സ്റ്റിച്ചിങ്ങും തമ്മിൽ ഡിഫറൻസസ് ഒന്നുമില്ല. സോ നമുക്ക് ഓൾറെഡി എങ്ങനെയാണ് പാൻസ് കട്ട് ചെയ്യുക എന്നുള്ളത് അറിയാം. സോ ഈ ഷോർട്ട്സ് എങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്യുന്നത് എന്നുള്ളത് ഞാനിപ്പോൾ ഇതാണ് സ്റ്റിച്ച് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇത് വെച്ചിട്ട് നിങ്ങൾക്ക് സെയിം രീതിയിൽ തന്നെ പാൻസും സ്റ്റിച്ച് ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതെങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്യുന്നത് നോക്കാം. അപ്പോൾ ആദ്യമേ തന്നെ നമ്മൾ ചെയ്യേണ്ടത് ഇങ്ങനെ ക്ലോത്ത് റൈറ്റ് സൈഡ്സ് ഫേസ് ചെയ്ത് റൈറ്റ് സൈഡ്സ് ടുഗദർ വയ്ക്കുക. എന്നിട്ട് ഈ രണ്ട് സൈഡും ആദ്യം സ്റ്റിച്ച് ചെയ്യാം. ഇതിപ്പോൾ ആദ്യം സ്റ്റിച്ച് ചെയ്യാം. ഈ രണ്ട് ഭാഗവും നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞു. അടുത്ത് നമ്മൾ സ്റ്റിച്ച് ചെയ്യേണ്ടത് ലെഗ് ഹോളാണ്. ഇങ്ങനൊരു 1 ഇഞ്ച് മടക്കി ഇങ്ങനൊരു 1 ഇഞ്ച് കൂടി മടക്കാം. സോ ഓക്കെ ഫ്രണ്ട്സ്, നമ്മൾ ആദ്യം പറഞ്ഞ പോലെ ഈ രണ്ട് സൈഡും നമ്മൾ ആദ്യം സ്റ്റിച്ച് ചെയ്തു. അടുത്തത് അത് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ ലെഗ് ഹോൾസിൻ്റെ ഹെമ്മിങ് ഇങ്ങനെ മടക്കി 2 ഇഞ്ചസ് മടക്കി നമ്മളതും സ്റ്റിച്ച് ചെയ്തു. അപ്പം ഇത്രയും സ്റ്റിച്ചിങ് നമ്മളിപ്പോൾ ചെയ്ത് കഴിഞ്ഞു. ഇനി അടുത്ത് ചെയ്യേണ്ടത് ഈ ക്ലോത്തിനെ ഇങ്ങനെ ആക്കുക, അതായത് വയ്ക്കുക. ഇനി നമ്മൾ അടിച്ചു കൊടുക്കേണ്ടത് ഈ പാർട്ടാണ്, അതായത് ഈ ലെഗ് ഹോളിൻ്റെ ഈ പാർട്ട്. ഇവിടെ നിന്ന് ഇങ്ങോട്ട് പിന്നെ ഇവിടെ നിന്ന് ഇങ്ങോട്ട് അങ്ങനെ വി ഷേപ്പിൽ നമ്മൾ അടിക്കണം. സോ ഇതാണ് നമ്മൾ നെക്സ്റ്റ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ഷോർട്ട്സ് ഓൾമോസ്റ്റ് റെഡിയാണ്. അപ്പോൾ നമുക്കിനി ഈ വേസ്റ്റ് ബാൻഡും കൂടി മടക്കി എടുക്കാം. ഒരു 1.5 ഇഞ്ചസൊക്കെയാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. സോ ഒരു 1/2 ഇഞ്ച് ആദ്യമേ മടക്കുക. ഇത് കഴിഞ്ഞിട്ട് ഒരു 1 ഇഞ്ച് മടക്കുക. ഇങ്ങനെ
ഞാനൊരു 1 ഇഞ്ചിൻ്റെ ഇലാസ്റ്റിക്കാണ് ഞാൻ ഈ ഷോർട്സിന് യൂസ് ചെയ്യുന്നത്. സോ അതുകൊണ്ട് തന്നെ നമ്മുടെ ഈ വേസ്റ്റ് ബാൻഡ് 1 ഇഞ്ച് വിഡ്ത്ത് ഉണ്ടാവണം. അപ്പോഴാണ് എനിക്ക് ആ ഇലാസ്റ്റിക് എൻ്റെ ഉള്ളിലേക്ക് ഇൻസേർട്ട് ചെയ്യാൻ പറ്റുള്ളൂ. ഞാനൊരു 1 ഇഞ്ച് മെഷർമെൻ്റ് എടുത്തിട്ട് ഇങ്ങനെ ചുറ്റും സ്റ്റിച്ച് ചെയ്യാൻ പോവാണ്. ഓക്കെ, ഇനി ഈ വേസ്റ്റ് ബാൻഡ് സ്റ്റിച്ച് ചെയ്യുമ്പോൾ നമ്മൾ ഒരു കാര്യം കൂടി ശ്രദ്ധിക്കണം. ഒരു 1-1.5 ഇഞ്ചിൻ്റെ ഒരു ഫുൾ നമ്മൾ ക്ലോസ് ചെയ്യരുത്. സോ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് ഫുൾ അങ്ങ് ക്ലോസ് ചെയ്ത് കളയരുത്. ബിക്കോസ് നമുക്ക് എലാസ്റ്റിക്കിൻ്റെ ഉള്ളിൽ ഇൻസേർട്ട് ചെയ്യാനുള്ളതാണ്. നമ്മളൊരു ഇവിടെ നിന്ന് ഒന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് ഇവിടെ ആകുമ്പോഴത്തേക്കും നമ്മൾ സ്റ്റോപ്പ് ചെയ്യും. സോ ഇത്രയും ഗ്യാപ്പ് നമ്മൾ വിടും. ഇതിൻ്റെ ഉള്ളിൽ കൂടെ ആയിരിക്കും നമ്മൾ ഇലാസ്റ്റിക് ഇൻസേർട്ട് ചെയ്യുന്നത്. ഇലാസ്റ്റിക് ഫുൾ ഇൻസേർട്ട് ചെയ്ത് കഴിഞ്ഞിട്ടാണ് നമ്മൾ ഈ ഗ്യാപ്പ് ക്ലോസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ഞാനൊരു 1.5 to 2 ഇഞ്ചസ് ഗ്യാപ്പ് വിട്ടിട്ടാണ് ഇപ്പോൾ ഞാൻ ഈ വേസ്റ്റ് ബാൻഡ് ആദ്യമേ തന്നെ സ്റ്റിച്ച് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ഇപ്പോൾ നമ്മൾ വേസ്റ്റ് ബാൻഡും അടിച്ചു കഴിഞ്ഞു. ഒരു കാര്യമാണ് ബാക്കിയുള്ളത്, ഇതിനകത്ത് ഇലാസ്റ്റിക് ഇൻസേർട്ട് ചെയ്യുക എന്നുള്ളത്. നമ്മൾ ബാക്കി എല്ലാ പണിയും കഴിഞ്ഞു. ഈ ഇലാസ്റ്റിക് ഇൻസേർട്ട് ചെയ്തിട്ട് ആ ഗ്യാപ്പ് ക്ലോസ് ചെയ്യുക. അപ്പോൾ ഇവിടെയാണ് എൻ്റെ ഗ്യാപ്പ് ഉള്ളത്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ കൂടെ നമ്മൾ ഇലാസ്റ്റിക് ഇൻസേർട്ട് ചെയ്യും. എന്നിട്ട് ഈ ഗ്യാപ്പും കൂടി ഒന്ന് ക്ലോസ് ചെയ്യും. അപ്പോൾ ഞാൻ എടുത്തിരിക്കുന്ന വേസ്റ്റ് മെഷർമെൻറ്റ് 25 ഇഞ്ചസ് ആണ്. അപ്പോൾ ഞാൻ എടുക്കാൻ പോകുന്ന ഇലാസ്റ്റിക് ഏകദേശം ഒരു 21 ഇഞ്ചസ് ആണ് ഞാൻ എടുക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇലാസ്റ്റിക് ഇൻസേർട്ട് ചെയ്തിരുന്ന ആ ഗ്യാപ്പ് നമ്മൾ ക്ലോസ് ചെയ്തു. പിന്നെ ഈ ഇലാസ്റ്റിക് ഫുൾ അങ്ങ് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുത്തു. വേസ്റ്റ് ബാൻഡ് മൊത്തം നമ്മളൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുത്തു. സോ ഇപ്പം കംപ്ലീറ്റ് ആയി. ഇതാണ് നമ്മുടെ കംപ്ലീറ്റഡ് ഷോർട്ട്സ്. നല്ല രസമല്ലേ? അപ്പം ഇതേ രീതിയിൽ തന്നെ നമുക്ക് പജാമ പാൻസും സ്റ്റിച്ച് ചെയ്തെടുക്കാവുന്നതാണ്. താങ്ക്സ് ഫോർ വാച്ചിങ്. താങ്ക് യു.